ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നൽകുന്ന സന്തോഷത്തിലേക്കാണ് നോമ്പിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. നോമ്പ് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി സുഗന്ധവൽക്കരിക്കാൻ തക്കവണ്ണം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. യേശുക്രിസ്തു ഒരു വീട്ടിൽ കടന്നിരിക്കുന്ന വേദഭാഗത്തെപ്പറ്റി സുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ്. ആ സൗരഭ്യം അത് കേവലം തൈലത്തിൻ്റെ സൗരഭ്യമല്ല, അത് ക്രിസ്തുവിൻ്റെ സൗരഭ്യത്തെയാണ് വളരെ കൃത്യമായി സുവിശേഷം കുറിക്കുന്നതെന്ന് ആ വായനകളിലൂടെ നമുക്ക് മനസ്സിലാവും. യഥാർത്ഥത്തിൽ നോമ്പ് നമ്മെ കുറച്ചുകൂടി സുഗന്ധവൽക്കരിക്കാനായി ആഹ്വാനം ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സുഗന്ധമെന്നാൽ അത് സ്നേഹവും കരുണയും ത്യാഗവും അപരനോടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടുകളൊക്കെയാണ് ക്രിസ്തുവിന് സുഗന്ധമായി നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടത്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് 2-ാം ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിൽ നമ്മോട് ഓർപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ദുർഗന്ധം നിറയുകയാണ്. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തികളിൽ, നമ്മുടെ ചിന്തകളിലൊക്കെ ദുർഗന്ധങ്ങൾ ഇങ്ങനെ ചുറ്റുവട്ടങ്ങളിലേക്ക് നമ്മൾ പരത്തുകയാണ്. അവിടെയാണ് ഈ ദുർഗന്ധങ്ങളുടെ വാർത്തകൾ മാത്രം നിറയുന്ന ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടി ജീവിതത്തെ സുഗന്ധവൽക്കരിക്കേണ്ടതിൻ്റെ, നമ്മുടെ ചുറ്റുവട്ടങ്ങളെ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന കൊണ്ട് നിറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നോമ്പ് ഓർപ്പിക്കുന്നത്. തിങ്കളാഴ്ച സന്ധ്യാനമസ്കാരത്തിൽ നോമ്പ് ഓർപ്പിക്കുന്നുണ്ട്. നോമ്പിൽ നിന്നുയരുന്ന വാസന ഇമ്പകരം. ആ ഇമ്പകരമായ വാസന സ്വീകരിച്ചുകൊണ്ട് നോമ്പിൻ്റെ അവസാനം എത്തുമ്പോൾ അവിടെയും നമ്മൾ പാടുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവിനെ പറ്റി. നിൻ മുറിവുകളിൽ നേറ്റേൻ മൂറോൻ മണമെന്നാഥ. ആ മൂറോനാകുന്ന ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന സ്വീകരിക്കാൻ ഈ നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ആഹ്വാനത്തെ ഏറെ സന്തോഷത്തോടെ സ്വീകരിപ്പാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.